നമസ്കാരം. നമ്മൾ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറില്ലേ, ജീവിതത്തിൽ എല്ലാം ഒരു കുറവുമില്ലാതെ നല്ല സന്തോഷമായിട്ടങ്ങ് പോകണമെന്ന്. തോന്നാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു ചിന്ത. അതെ. അപ്പോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡോണ്ട് ബി സാഡ് എന്ന പുസ്തകത്തിലെ ഒരു പ്രധാന ആശയമാണ്. ജീവിതത്തെ എങ്ങനെ അത് ഉള്ളതുപോലെ അങ്ങ് സ്വീകരിക്കാമെന്നുള്ളത്. ശരിയാണ്. ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തത്തിന്റെ സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് മാറ്റങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവും. അപ്പോ ശുദ്ധമായ സന്തോഷം മാത്രം പ്രതീക്ഷിക്കുന്നത് അതൊരു മിഥ്യാധാരണയാണെന്നാണോ? അതെ. കാരണം ഈ ലോകത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. നന്മയും തിന്മയും പിന്നെ സന്തോഷവും ദുഃഖവും ഒക്കെ ഇങ്ങനെ ഇടകലർന്നാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു പിതാവോ ഭാര്യയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ ആവട്ടെ, പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടൊഴിഞ്ഞു നിൽക്കുന്ന അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റില്ലാന്ന്. അത് വളരെ ശരിയാണ്. പിന്നെ സ്വർഗം നന്മയ്ക്കും സന്തോഷത്തിനും മാത്രമുള്ളൊരിടം, നരകം തിന്മയ്ക്കും ദുരിതത്തിനും അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതെ. ഈയൊരു യാഥാർത്ഥ്യം അതിന് അടിവരയിടുന്ന ഒരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വാക്യം അതിതിൽ പറയുന്നുണ്ട്. ഈ ലോകവും അതിലുള്ള സകലതും ശപിക്കപ്പെട്ടതാണ്, ഇവയൊഴികെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, അതിനോടനുബന്ധിച്ചുള്ള നല്ല കാര്യങ്ങൾ, പിന്നെ ഒരു പണ്ഡിതൻ, ഒരു വിദ്യാർത്ഥി. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ ഒരു കാഠിന്യം തോന്നാം. പക്ഷെ ഇത് ലോകത്തിന്റെ ഒരു താൽക്കാലിക അവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിയാണ്. ആ വാക്യം ശരിക്കും ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഇങ്ങനൊരു കുറ്റമറ്റ ജീവിതം സ്വപ്നം കാണാതെ യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കണം എന്നാണോ? അതെ അതെ. അതായത് ലോകം ഇങ്ങനെയൊക്കെയാണ്, അതങ്ങ് അംഗീകരിച്ചു പൊരുത്തപ്പെടുക. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. കാരണം ഈ ലോകത്തൊരു കുറ്റമറ്റ കൂട്ടുകാരനെയോ അല്ലെങ്കിൽ തികഞ്ഞൊരു സാഹചര്യത്തെയോ നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം പൂർണ്ണതയല്ല ഈ ലോകത്തിന്റെ സ്വഭാവം. ശരിയാണ്. അതുകൊണ്ട് കാര്യങ്ങളെ കുറിച്ചുകൂടി ഒരു ലാഘവത്തോടെ കാണാൻ പഠിക്കണം. മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളോ കുറവുകളോ അതൊക്കെ ചിലപ്പോ ഒന്ന് കണ്ടില്ലാന്ന് നടിക്കേണ്ടി വരും. എളുപ്പമുള്ളത് സ്വീകരിക്കുക, പ്രയാസമുള്ളതിനെ ക്ഷമയോടെ നേരിടുക. ഈയൊരു സമീപനം അത് ജീവിതത്തിൽ കുറച്ചുകൂടി സമാധാനം തരും. അപ്പോ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ പ്രധാന ആശയം ഇതാണ് അല്ലേ? ജീവിതത്തെ അതിന്റെ എല്ലാ അവസ്ഥകളോടും കൂടി സ്വീകരിക്കുക, സന്തോഷം വരുമ്പോൾ ഒരുപാടങ്ങ് ആഹ്ലാദിക്കാതിരിക്കുക, ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതിരിക്കുക. അതെ. ഈ ലോകത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം സന്തോഷവും ദുഃഖവും ഇടകലർന്നതാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുമ്പോൾ ഒരു ശാന്തത കിട്ടും അല്ലേ? തീർച്ചയായും. അപ്പോ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്താം. ഈ ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും നേട്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ താൽക്കാലികമാണെന്നൊരു തിരിച്ചറിവ്, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളോടും സന്തോഷങ്ങളോടുമുള്ള ആ ഒരു മനോഭാവത്തെ എങ്ങനെ മാറ്റും? ഇതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.